നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ പ്രവർത്തകന് ഉള്ള അവാർഡാണ് രാംനാഥ് ഗോയങ്കി പുരസ്കാരം. കഴിഞ്ഞ ദിവസം ഇത് സമ്മാനിക്കപ്പെട്ടു. നിരവധി മലയാളി മാധ്യമ പ്രവർത്തകർ ഇതിന് അർഹരായി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനിടയ്ക്ക് ഫൗസിയ മുസ്തഫ എന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. ഫൗസിയ ദീർഘകാലമായി ദൃശ്യ മാധ്യമരംഗത്തൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ ഈ അടുത്ത കാലത്ത് വരെ ന്യൂസ് മലയാളം 24 എന്ന ചാനലിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യ വിഷനിലൂടെയാണ് ഫൗസിയ തുടങ്ങിയത്. ഫൗസിയയെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് വ്യക്തിപരമായി കൂടി അടുത്ത് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഫൗസിയ ഈ ഒരു അവാർഡ് ലഭിച്ച കൂട്ടത്തിൽപ്പെടുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. ഫൗസിയയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പക്ഷേ ഫൗസിയ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് വളരെ വിഷമത്തോടു കൂടിയാണ് അവർ ആ പോസ്റ്റ് ഇട്ടത്. അതായത് അവർക്ക് ഈ സ്റ്റോറി, ഇവർക്ക് അവാർഡിന് അർഹമായ സ്റ്റോറി പുറത്ത് അറിയിക്കാതിരിക്കാൻ, അത് എയർ ചെയ്യിക്കാതിരിക്കാൻ ന്യൂസ് മലയാളം 24-ലെ 2 മാധ്യമ പ്രവർത്തകർ പേരെടുത്ത് പറയുന്നുണ്ട്. TM ഹർഷൻ, അതുപോലെ സനീഷ് ഇളയടത്ത്. TM ഹർഷൻ എൻ്റെയും ഒരു സുഹൃത്താണ്. എന്നോടൊപ്പം സൂര്യ TV-യിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. TM ഹർഷൻ അതിനുശേഷം പല പല മാധ്യമങ്ങൾ മാറി മാറി വന്നു. ഇവരുടെ ഒരു ഇടതുപക്ഷ ചിന്താധാരയാണ്, ഒരു CPM ചിന്താധാരയാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇവർ തടയാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വാദമാണ് ഫൗസിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. രാംനാഥ് ഗോയങ്കി എക്സലൻസ് ഇൻ ജേർണലിസം അവാർഡ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിൽ നിന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന ആ ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും 22 പ്രാദേശിക ഭാഷകളിലെ 3000-ലധികം മികച്ച എൻട്രികളിൽ നിന്ന് രാജ്യത്ത് 2024-ൽ സംപ്രേഷണം ചെയ്ത ഏറ്റവും മികച്ച ഒരേയൊരു ടെലിവിഷൻ സ്റ്റോറി എന്ന നിലയിലുള്ള അംഗീകാരമാണ് ലഭിച്ചത്. ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്ന മലയാളം ചാനൽ, ന്യൂസ് മലയാളം ചാനലിൽ 2024 ഡിസംബറിൽ സംപ്രേഷണം ചെയ്ത മനസ്സ് തകർന്നവർ, മക്കളെ കൊന്നവർ എന്ന അന്വേഷണ പരമ്പരയാണ് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത് എന്ന് ഫൗസിയ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന അമ്മമാരെക്കുറിച്ചുള്ളതായിരുന്നു മനസ്സ് തകർന്നവർ, മക്കളെ കൊന്നവർ എന്ന അന്വേഷണ പരമ്പര. 112 കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ അമ്മമാരാൽ കൊല്ലപ്പെട്ടത് എന്നും ഒക്കെ പറയുന്നുണ്ട്. സമയക്കുറവ് മൂലം പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. ഈ ന്യൂസ് മലയാളം ചെയർമാൻ അദ്ദേഹത്തോടും മാനേജ്മെൻറ്റിനോടുമൊക്കെ നന്ദി പറയുന്നുണ്ട്. എന്നെ വിശ്വസിച്ചതിന് ഒരിക്കലും എതിർക്കേണ്ടവർ അല്ലാതിരുന്നിട്ട് പോലും 3.5 മണിക്കൂർ പ്രിവ്യൂ കൊണ്ട് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ ഇല്ല സാർ, അതൊന്നും വാർത്തയല്ല സാർ, ഇതിൽ ഒരു വാർത്താമൂല്യവും ഇല്ല സാർ, ഇതൊന്നും നമ്മൾ ഒരിക്കലും സംപ്രേഷണം ചെയ്യരുത് സാർ എന്നൊക്കെ പരസ്യമായി എതിർത്തും ആക്ഷേപിച്ചും അങ്ങേയറ്റം ശക്തമായ വിസമ്മതം രേഖപ്പെടുത്തി എതിർത്തിട്ടും അന്ന് ചെയർമാൻ എടുത്ത നടപടികളെ അഭിനന്ദിക്കുന്നു. അതുപോലെ ക്യാമറാമാൻമാരെ അഭിനന്ദിക്കുന്നുണ്ട്, വീഡിയോ എഡിറ്ററെ അഭിനന്ദിക്കുന്നു. അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടുന്ന എഡിറ്റ് ഹെഡ് ബെൻഷ്ലി സുരേന്ദ്രൻ, ഷിജിത്ത്, ലോകേഷ്, ഗ്രാഫിക്സ് ടീം, പിന്നെ ഒരു നടുവിരൽ നമസ്കാരം. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫൗസിയ ചൂണ്ടിക്കാട്ടുന്നത്. 9 മാസത്തെ കഠിനമായ അലച്ചിലിനും 28 മണിക്കൂർ ഫുട്ടേജ് എക്സ്പോഷറിനും ശേഷം 30 സ്റ്റോറികൾ എഡിറ്റ് ചെയ്ത് പ്രിവ്യൂവിന് വെച്ച ദിവസം ഇങ്ങനെയൊരു സംഭവമേ കേരളത്തിൽ ഇല്ല സാർ, ഇത് കളവാണ് സാർ, ഫൗസിയ സാറിനെ പറഞ്ഞ് പറ്റിച്ചതാണ്, അവർക്ക് 2 പേർക്കും ഭ്രാന്താണ്, ഇത് കൊടുക്കരുത് സാർ, ഇത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും സാർ എന്നൊക്കെ വിലപിച്ച വാർത്താ സംവിധായകർ എന്ന ബോർഡ് വെച്ച TM ഹർഷനും സനീഷിനും ഡൽഹിയിൽ നിന്ന് എൻ്റെ നല്ല നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പെരിനാറ്റൽ സൈക്കോസിസ് എന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയായിരുന്നു. മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ നിരവധി മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമാകുന്നുണ്ട്. ഫൗസിയയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. പറയാൻ വന്നത് ഈ TM ഹർഷനും സനീഷും ചേർന്ന് നടത്തിയ ഈ വാർത്ത വെട്ടാൻ ശ്രമിച്ച കഥയാണ്. ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ത്രീയാണ്, ഇത്രയും ബുദ്ധിമുട്ടി ഒരു സ്റ്റോറി ചെയ്യുന്നു. ആ സ്റ്റോറി അവാർഡിന് കൊടുക്കാൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ചെയ്തു എന്ന് കൂട്ടിക്കൊള്ളൂ. എന്നാൽ പോലും ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട്, അതായത് പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ, നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ അമ്മമാർ കൊല്ലുന്നു, പല തരത്തിൽ ആക്രമിക്കുന്നു, കൊല്ലുന്നു. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. കുഞ്ഞുങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല, അതൊരു മാനസിക രോഗമാണ് എന്നുള്ള കാര്യം, ഇവിടെ 112 കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ മരിച്ചു എന്നുള്ള കാര്യമൊക്കെ തന്നെ വളരെ എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അവരെ ഈ സ്റ്റോറി തടയാൻ ശ്രമിച്ചതിലൂടെ അപമാനിക്കാനല്ലേ ഈ TM ഹർഷനും അതുപോലെ തന്നെ സനീഷും ചേർന്ന് ശ്രമിച്ചത് എന്ന് ഇത് വായിക്കുന്നവർ ചോദിക്കും. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീ പക്ഷപാതവും സ്ത്രീ സുരക്ഷയും ഒക്കെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രി അടക്കം പറയുന്നതാണ്. ആ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ കൂടിയാണ് ഈ 2 മാധ്യമ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത് എന്നാണ് സൂചനകൾ. നമുക്ക് ഉറപ്പൊന്നുമില്ല. അവരുടെ രാഷ്ട്രീയം, അവരുടെ ചിന്ത, അവരുടെ രീതികൾ, ഏതൊരു വ്യക്തിക്കും രാഷ്ട്രീയമുണ്ടാകും, എനിക്കുമുണ്ട് രാഷ്ട്രീയം.
പക്ഷേ ഇത് ഒരു 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 സ്ത്രീ വിരുദ്ധതയല്ലേ? ഇതൊരു സ്ത്രീ വിരുദ്ധമായ കാര്യമല്ലേ? ഒരു സ്ത്രീയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ നമ്മളോടൊപ്പം കൈപിടിച്ച് നടത്തുന്നതിനും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്ന് എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാരീ ശക്തിയും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു സ്ത്രീ ഉയർന്നു വരാൻ ശ്രമിച്ചാൽ, ആ സ്ത്രീയുടെ കഴിവ് കൊണ്ട് ഉയർന്നു വരാൻ ശ്രമിച്ചാൽ അവരെ ചവിട്ടി താഴെയിടുന്ന ഇത്തരം നീക്കങ്ങൾ ഇടതുപക്ഷ ചിന്താധാരയുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ മാധ്യമ പ്രവർത്തകർ കാണിച്ചത് ശരിയായ നടപടിയാണോ? ഒരിക്കലും ആണെന്ന് പറയാൻ നമുക്കാവില്ല.